എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിൽ വേക്കൻസിയുള്ള സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് അവസരം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. ഓഗസ്റ്റ് 31 തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kannur.ac.in/UGADM2024/index.php എന്നുള്ള പേജ് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും ഇവിടെ പ്രസ് റിലീസ് എന്നുള്ള ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതായത് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അവസാന തീയതി 31/8/2024 വരെ നീട്ടി. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് പത്രക്കുറിപ്പാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പത്രക്കുറിപ്പ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഫിലിയേറ്റഡ് കോളേജുകളിലെ പ്രവേശനത്തിന് അതായത് ഈ ഒരു അവസാന തീയതി 31 അതായത് ഓഗസ്റ്റ് 31 തീയതി വരെ ആക്കിയിട്ടാണ് ഇപ്പോൾ നീട്ടിയത്. അപ്പോൾ 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഫിലിയേറ്റഡ് കോളേജിലെ വിവിധ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31 തീയതി വരെ നീട്ടിയിട്ടുണ്ട്. പ്രവേശനം ആഗ്രഹിക്കുന്നവർ കോളേജുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ അതത് കോളേജുകളിലെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാരുടെ മൊബൈൽ നമ്പർ അതായത് ഫോൺ നമ്പർ ലഭ്യമാണ്. ഇതുവരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്തവർക്കും കോളേജുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതും സീറ്റുകൾ ലഭ്യമാണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രവേശനം നേടാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജുകളിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ നോഡൽ ഓഫീസർ ഇൻചാർജ് ഓഫ് അഡ്മിഷൻ UG എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാംസ് ആണ് എന്നുള്ളത് അറിയാനായിട്ട് അതായത് ഏത് പ്രോഗ്രാംസ് അല്ല ഏത് കോളേജാണ് എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിലെ നോഡൽ പോളിടെക്നിക്കല്ല നോഡൽ ഓഫീസറുടെ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ നമ്പർ ജസ്റ്റ് നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടോ ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നറിയാനായിട്ട് അതത് നോഡൽ ഓഫീസറുടെ അതായത് പോളിടെക്നിക്കല അത് മാറിപ്പോയി ജസ്റ്റ് നോഡൽ ഓഫീസറുടെ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ ഹോസ്റ്റൽ ആ ഒരു കോളേജിൽ ലഭ്യമാണോ എന്നുള്ള ഭാഗത്ത് എൻ ആണെങ്കിൽ ഇല്ല, എസ് ആണെങ്കിൽ അവിടെ ഹോസ്റ്റൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ ആ ഒരു കോളേജിലെ ആ ഒരു നോഡൽ ഓഫീസറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ അതായത് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതായത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് സീറ്റ് വേക്കൻസി ഉണ്ട് പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ അതായത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ മുമ്പായിട്ട് ജസ്റ്റ് നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് സീറ്റ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാവുന്നതും ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കോളേജിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോഡൽ ഓഫീസർ ഇൻചാർജ് ഓഫ് അഡ്മിഷൻ UG എന്നതിൽ ക്ലിക്ക് ചെയ്ത് കോളേജ് സെലക്ട് ചെയ്യുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് ആ ഒരു അതായത് നോഡൽ ഓഫീസറുടെ അതായത് പോളിടെക്നിക്കല ആ ഒരു കോളേജിലെ നോഡൽ ഓഫീസറുടെ നമ്പർ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് അതായത് വന്നാൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് അഡ്മിഷൻ കിട്ടുമെങ്കിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു ഓഗസ്റ്റ് 31 തീയതിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.